കുഞ്ഞിച്ചോ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബൊറൂട്ടോ 2 ബ്ലൂ വോർട്ടെക്സിന്റെ ചാപ്റ്റർ 8 ആണ്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. എങ്കിലേ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള ആനിമെ റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് മിസ് ആകാതെ കിട്ടത്തുള്ളൂ. അതേപോലെ വൺ പീസിന്റെ ചാപ്റ്റർ ആയിട്ടുള്ള 1741 ബ്രീഫ് സ്പോയിലേഴ്സ് ഒക്കെ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ചെക്കൗട്ട് ചെയ്തേക്ക്. ഞാനിവിടെ ഐ ബട്ടണിൽ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങുന്ന നേരത്ത് നമ്മുടെ ഏഡനാണ് കാണിക്കുന്നത്. പുള്ളിക്കാരി നമ്മുടെ ബൊറൂട്ടോനെ അതേപോലെ മിറ്റ്സുക്കിനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അതായത് മിറ്റ്സുക്കിയുടെ ബൊറൂട്ടോ പറഞ്ഞ ഓരോ കാര്യങ്ങളും കേട്ട് പുള്ളിക്കാരിക്ക് തന്നെ ഒന്ന് ക്രഷ് അടിച്ചു പോകും. സ്പേസ് ഔട്ടായി പോയാൽ നമ്മുടെ ഏഡ് എടുക്കാവാക്കി ഓർമ്മിക്കുന്നുണ്ട്. അങ്ങനെ അവൾ പറയുന്നുണ്ട്, ബൊറൂട്ടോ ഇവിടുന്ന് സൗത്ത് സൈഡിലേക്ക് ഏകദേശം 20 കിലോമീറ്റർ അപ്പുറം നിൽപ്പുണ്ട്. നീ ഇപ്പൊ പോയി കഴിഞ്ഞാൽ അവനെ അങ്ങനെ ബൊറൂട്ടോനെ തേടി നമ്മുടെ ഡെൽറ്റയും കാവാക്കി അവിടേക്ക് പോകുന്നുണ്ട്. പക്ഷെ ആ പോകുന്ന വഴി ഡെൽറ്റ ഒരു കാര്യം പറയും, കാവാക്കി നീ ഒരു കാര്യം ഓർത്തു, ഏടാ എന്തെങ്കിലും നിന്നെ വേണ്ടെന്ന് വെച്ചാൽ അന്ന് ഞാൻ നിന്നെ ഉറപ്പായിട്ടും കൊന്നിരിക്കും. അതിന് നീ ബുദ്ധിമുട്ടൊന്നും വേണ്ട. കാര്യം എന്റെ ഗോൾസ് കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇവിടുന്ന് ഒഴിഞ്ഞു പൊക്കോളാം. ഇതേ സമയത്ത് തന്നെ ഒരു ക്ലോ ഗ്രിമിനെ കൂടെ നമുക്ക് കാണാം. അതാകട്ടെ ലീഫ് വില്ലേജിന്റെ പുറത്ത് ഇങ്ങനെ ഓടി നടക്കുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഷിക്കമാറുവിനെ ബൊറൂട്ടോനെയാണ്. പുള്ളിക്കാരൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഷിക്കമാറിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നെയോ കവാക്കിനെയോ ഈ 10 ടെയിൽസിന്റെ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഇവോല്യൂഷൻ പൂർത്തിയാകും. അങ്ങനെ ഒരു ചാക്ര ഫ്രൂട്ട് ആയിട്ട് ഈ പ്ലാന്റ് തന്നെ ഇല്ലാണ്ടായിട്ട് മാറും. ടീം 10 മൊയ്ഗിനെ ഈ ഒരു ക്ലോ ഗ്രീം അറ്റാക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവളും ഇതുപോലെ ആയിക്കാണെന്നാണ് നീ പറയുന്നത്. അത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, അവരിപ്പോഴും ജീവനോടെ തന്നെയാണ്. അവരുടെ പർപ്പസ് എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, അതായത് വിക്ടിംസിന്റെ ഓരോ ചാക്തയും അവർക്ക് ആവശ്യമുണ്ട്, ഷിൻജൂസിന് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അവർ ഇപ്പോഴും ജീവനോടെ വെച്ചിരിക്കുന്നത്. ഇതേ സമയം നമ്മുടെ ഷിക്കമാറിന്റെ അടുക്ക് കവാക്കി സംസാരിക്കാൻ നോക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈനോ പുള്ളിക്കാരുടെ ട്രാൻസ്മിഷൻ പവേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് കവാക്കി പറയുന്നത് ബൊറൂട്ടോയ്ക്കും കേൾക്കാൻ പറ്റുന്ന രീതിയിൽ മാറ്റി കൊടുക്കും. ഷിക്കമാറു-സാൻ, ഏഡ ബൊറൂട്ടോയുടെ ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാനും ഡെൽറ്റയും കൂടെ അവനെ തേടി പോകുവാണ്. അവൻ വില്ലേജിന്റെ ഏത് സൗത്ത് സൈഡിലുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കവാക്കി, ഞാൻ പറയുന്ന കേൾക്ക്, നീ ഇപ്പൊ റഷ് ചെയ്യേണ്ട കാര്യമില്ല. നീ ബാക്കപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യും. കാര്യം ബൊറൂട്ടോ കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയിട്ട് മാറിയിട്ടുണ്ട്. ഷിക്കമാറു-സാൻ, എനിക്ക് അതിനൊന്നും പറ്റുന്നില്ല. ഞാൻ നേരെ ഇപ്പൊ അവിടേക്ക് പോകുവാണ്. അപ്പൊ തന്നെ ബൊറൂട്ടോ നമ്മുടെ ഷിക്കമാറിനോട് പറയുന്നുണ്ട്, ലോഡേറ്റ്, ഞാനിപ്പോ പോകുവാണ്, നമുക്ക് പിന്നെ കാണാം. ബൊറൂട്ടോ എന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ അവിടുന്ന് അപ്രത്യക്ഷനാകുകയും ചെയ്യും. കവാക്കിയായിട്ട് പെട്ടെന്ന് നിന്നിട്ട് പറയുന്നുണ്ട്, ഇതെന്ത് സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് അവനെ ഇപ്പൊ സെൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. കവാക്കിയായിട്ട് ബൊറൂട്ടോനെ സെൻസ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു ദേഷ്യത്തിൽ അവിടെ നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജൂറനെ അതേപോലെ ഹിദാറിനെയാണ്. പുള്ളിയുടെ പുറകിൽ ചെറിയൊരു ബ്ലാക്ക് ബോക്സ് ഉണ്ടായിരുന്നു. അവിടേക്ക് ജൂറ കിടക്കാൻ നേരത്ത് തന്റെ തല ഒരു ക്ലോഗ്രിമിന്റെ മുതുകത്തോട് നേരെ മുകളിലേക്ക് വരും. ഹിഡാരി, ഇത് പറ്റിയ സമയം തന്നെയാണ്, വേഗം ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ ആ ക്ലോഗ്രിമിന്റെ അകത്തൂടെ പുറത്തേക്ക് ചാടുന്നുണ്ട്. നേരത്തെ ലീഫ് വില്ലേജിന്റെ അടുത്തൂടെ പോയ ആ ഒരു ക്ലോഗ്രിമില്ലേ, അതേ ക്ലോഗ്രിം തന്നെയാണ്. അങ്ങനെ നമ്മുടെ ഹിഡാറിയും ജൂറയും കൂടെ ലീഫ് വില്ലേജിന്റെ തൊട്ട് വാതിക്ക് വന്ന് നിൽപ്പുണ്ട്. ഈനോ നമ്മുടെ ഷിക്കമാറോട് ചോദിക്കുന്നുണ്ട്, ഷിക്കമാറു, നീ ബൊറൂട്ടോ പറയുന്ന എല്ലാം വിശ്വസിക്കുന്നുണ്ടോ? എനിക്കറിയാം നിനക്ക് ഇത് വിശ്വസിക്കാൻ കുറച്ച് പാടായിരിക്കുന്നു. പക്ഷെ ഇതൊരു ടോപ്പ് സീക്രട്ട് തന്നെയായിരിക്കണം. നിന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പോലും ഇതിന്റെ അധികം വലിച്ചേർക്കാൻ പാടില്ല. സെൻസറി യൂണിറ്റിൽ നിന്ന് നമ്മുടെ ഷിക്കമാറിന് ഒരു മെസ്സേജ് വരുന്നുണ്ട്. അതായത് നമ്മുടെ ഫ്രണ്ട് ഗേറ്റിന്റെ അവിടെ 2 ചാക്ര സിഗ്നേച്ചേഴ്സ് കാണുന്നുണ്ട്. അത് ഒരാളെ അറിയാൻ പറ്റില്ല. പക്ഷെ മറ്റേ ആള് സാസ്കെ ഉച്ചിഹയാണ്. നമ്മുടെ സാരഥയും ഹിദാരിനെ സെൻസ് ചെയ്യുന്നുണ്ട്. അതേസമയം പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് നറുട്ടോ ഉസുമാക്കിയുടെ സ്ഥലം എവിടെയാണെന്ന് അറിയാമോ? എനിക്ക് പിൻ പോയിന്റ് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷെ എനിക്ക് പറയാൻ കഴിയുന്നുണ്ട്, അവൻ ഇവിടെ എവിടെയോ ഉണ്ട്. പെട്ടെന്ന് തന്നെ കുറേയധികം നിഞ്ചാസ് അവിടുന്ന് ഇവിടുന്നൊക്കെ ഗ്യാദർ ചെയ്ത് അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ സാസ്കെ ഉച്ചിഹയല്ലേ, നീ എന്തിനാണ് ഇപ്പൊ ട്രസ് പാസ് ചെയ്യുന്നത്? ഇത്രയും പെട്ടെന്ന് സിവിലിയൻസിനെ ഇവിടുന്ന് മാറ്റണം. അപ്പൊ തന്നെ ഏഡ നമ്മുടെ ഷിക്കമാരോട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കൂ, ഞാനിവിടെ കുറച്ച് മുമ്പ് തന്നെ കണ്ടായിരുന്നു. പക്ഷെ എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചില്ല. അവർ 10 ടെയിൽസ് ആണ്, പക്ഷെ നോർമൽ അല്ല. അവർക്ക് സെൽഫ് അവയർനെസ് ഉണ്ട്. അവർ എന്തുവാണ് ചെയ്യുന്നത് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൊണോഹയുടെ ഒരു എനിമിയായിട്ട് തന്നെ അവരെ കാണണം. ഇതെല്ലാം പറയുന്ന സമയത്ത് നേരത്തെ കണ്ട ആ നിഞ്ചസിനെ എല്ലാവരും നമ്മുടെ ഹിഡാറി അതേപോലെ ജൂറയും കൂടെ കൊന്നു കഴിഞ്ഞു. ജൂറ പെട്ടെന്ന് ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു കാര്യം ശ്രദ്ധിക്കും. അത് മറ്റൊന്നുമല്ലായിരുന്നു, ഒരു ബുക്ക് ഷോപ്പ് ആയിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അതിന്റെ അകത്തേക്ക് കയറുന്നുണ്ട്. ജൂറയ്ക്ക് ഇതേപോലത്തെ ബുക്സിനോട് നോളജിനോട് ഭയങ്കരധികം ക്രേസ് ഉണ്ട്. അതേസമയം തന്നെ പുറത്ത് പെട്ടെന്ന് കവാക്കി വന്ന് നമ്മുടെ ഹിഡാറിനെ അറ്റാക്കും ചെയ്യും. കവാക്കിയുടെ കൂടെ നമ്മുടെ ഡെൽറ്റയും വന്നിട്ടുണ്ട്. അവൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് കൊണോഹയിലേക്ക് വന്നത്? നിനക്ക് ഇവിടെ എന്താണ് കാര്യം? ആരാണ് കവാക്കി? നീ ഇത്ര മഹത്തായ സ്ഥലത്താണോ ഇതേപോലെ കാണിക്കണം പറഞ്ഞോണ്ട് പെട്ടെന്ന് പുള്ളിക്കാരൻ കവാക്കിനെ ആ ട്രീന്റെ അത് ട്രാപ്പ് ചെയ്യാൻ നോക്കും നമ്മുടെ ജൂറ. നമ്മുടെ കവാക്കിനെ പുള്ളിക്കാരൻ വന്ന് ചവിട്ടുന്നുണ്ട്. അതേസമയം കവാക്കി അവിടെ നിന്ന് മാറിയിട്ട് പുറകിൽ കൂടെ ഒരു സർപ്രൈസ് അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും ജൂറ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അത് ഡിഫീറ്റ് ചെയ്യും. ഇത് കാണാൻ നിർത്തുന്നത് നമ്മുടെ കവാക്കി ഞെട്ടിത്തിരിച്ചു പോയിരിക്കുകയാണ്. കാര്യം പുള്ളിക്കാരനെ കർമ്മ ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് ഇതേപോലെയൊക്കെ സംഭവിക്കുന്നത്. എന്നിട്ട് ജൂറ പറയുന്നുണ്ട്, ഓട്സുസുക്കി, നിന്നെ ഞാൻ ഇപ്പോ കഴിക്കത്തില്ല, അതുകൊണ്ട് നിന്റെ സമയമാകാൻ വേണ്ടി നീ വെയിറ്റ് ചെയ്യും. അതും പറഞ്ഞുകൊണ്ട് കവാക്കിക്ക് ഒരു ചവിട്ട് കൊടുക്കുന്നുണ്ട്. കവാക്കി ദൂരത്ത് പോയി ഒരു ടാങ്കിൽ ഇടിച്ച് നിൽക്കുന്നുണ്ട്. ഡെൽറ്റ ആയിട്ട് പെട്ടെന്ന് അവിടേക്ക് പോവുകയും ചെയ്യും. എന്നാൽ ഈ ഒരു ഫൈറ്റിന്റെ ഇടയിൽ നമ്മുടെ ജൂറ നറുട്ടോ ഉസുമാക്കിനെ സെൻസ് ചെയ്യുന്നുണ്ട്. കവാക്കിക്കായിട്ട് ബോധം പോലും ഇല്ല. പുള്ളിക്കാരനൊന്ന് എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല. ഹിഡാരി, എനിക്ക് അവനെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവൻ ഇവിടെ അടുത്ത് എവിടെയോ തന്നെയുണ്ട്. നിനക്ക് ഉറപ്പാണോ?
അതെ, ഉറപ്പാണ്. അവനൊരു ജിഞ്ചുർക്കിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ബിജു അവന്റെ ഉള്ളിൽ എവിടെയോ ഉണ്ട്. ആ ബിജു കിടന്ന് ഇളകുന്നത് എനിക്ക് നന്നായിട്ട് തന്നെ സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അവൻ ഇവിടെ അടുത്ത് തന്നെയുണ്ട്. സാരഥയും എത്രയും പെട്ടെന്ന് അവിടേക്ക് ഓടി വരാൻ ശ്രമിക്കുകയാണ്. കാര്യം മറ്റൊന്നുമില്ല, പുള്ളിക്കാരുടെ മനസ്സിൽ നമ്മുടെ ബോറോട്ടോ പറഞ്ഞ വാക്കുകളാണ്. 10 ഡേയ്സ് നമ്മുടെ സാസ്കേനെ അബ്സോർവ് ചെയ്തല്ലോ ആ കാര്യങ്ങൾ. അവിടുന്ന് കാണിക്കുന്നത് നമ്മുടെ ഹിമവാരിനും ബാക്കിയുള്ള ഗ്യാങ്ങുമാണ്. അവരും ഒരുമിച്ച് പെട്ടെന്ന് അവിടേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം പറഞ്ഞേക്കാം, അത് മാസ്റ്റർ സാസ്കെ ആണെങ്കിൽ കൂടിയും അവനോട് ഫൈറ്റ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും ഹെസിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. അവൻ ബൊറൂട്ടോനെ ഹെൽപ്പ് ചെയ്തതാണ്. അതുകൊണ്ട് അവന് ഇപ്പോൾ ഒരു ട്രൈറ്റർ തന്നെയാണ്. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. മറ്റൊന്നുമല്ല, ജൂറ അവർ 4 പേരുടെ ഫ്രണ്ടിലേക്ക് പെട്ടെന്ന് വന്നിട്ടുണ്ട്. ജൂറയും ഹിഡാരി അവരുടെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ നിൽക്കുവാണ്. ജൂറ അവിടെ ശ്രദ്ധിക്കുന്നത് ഒരേ ഒരാളെയാണ്. അത് നമ്മുടെ ഹിമവാരിയാണ്. നമ്മുടെ ഹിഡാരി ചോദിക്കുന്നുണ്ട്, ഇതിൽ ഏതാണ് നാറുട്ടോ ഉസുമാക്കി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവിടെ എന്തുവാണ് സംഭവിക്കണമെന്ന്. നമ്മുടെ ഹിമവാരിനെ കാണിച്ചുകൊണ്ടാണ് പുള്ളിക്കാരൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെയാണ് ചാപ്റ്റർ 8 ഇവിടെ അവസാനിക്കുന്നത്. നാളെ തന്നെ അടുത്ത വീഡിയോയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ വരുന്നുണ്ട്. അത് മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് നിങ്ങൾ ഇപ്പൊ തന്നെ സബ് ചെയ്ത് വെച്ചോ. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ.